രാഷ്ട്രീയ വേശ്യകൾ എന്നൊരു പദപ്രയോഗമുണ്ട്. ആ പദപ്രയോഗത്തിന് ഏറ്റവും അർഹൻ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറാണ്. മരം ചാടി നടക്കുന്ന നിതീഷ് കുമാർ, യാതൊരു ഉളുപ്പുമില്ലാത്ത നിതീഷ് കുമാർ. ഇന്ന് നിതീഷ് കുമാറിനെ എൻഡിഎയിൽ കാണുമെങ്കിൽ നാളെ നിതീഷ് കുമാറിനെ ഇന്ത്യയിൽ കാണും. അതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത. അധികാരമാണ് അദ്ദേഹത്തിന് വേണ്ടത്. അധികാരത്തോടുള്ള ആസക്തിയാണ് ഈ വൃദ്ധന്റെ ഏറ്റവും വലിയ ദൗർബല്യം. ഇന്ത്യ മുന്നണി രൂപീകരിക്കാൻ മുന്നിട്ട് നിന്ന വ്യക്തിയാണ് അദ്ദേഹം. പിന്നീട് എൻഡിഎയുടെ ഭാഗമായി ഒരു സുപ്രഭാതത്തിൽ ഇപ്പോൾ ജനങ്ങൾ കൈകാര്യം ചെയ്യാൻ ഒരുങ്ങിയിരിക്കുകയാണ് നിതീഷ് കുമാറിനെ. ഔദ്യോഗിക വസതിയിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ബീഹാറുകൾ കൈകാര്യം ചെയ്യും. അത്രയ്ക്ക് പോക്കർത്തരമാണ് ഇയാൾ കാണിച്ചിരിക്കുന്നത്. 10 പാലങ്ങളാണ് പഞ്ചവടി പാലങ്ങളായി മാറിയത്. വലിയ കൊട്ടും കുരവയുമായി നിതീഷ് കുമാർ ഉദ്ഘാടനം ചെയ്ത പാലങ്ങൾ, കുറച്ച് പാലങ്ങൾ മോദിയാണ് ഉദ്ഘാടനം ചെയ്തത്. എന്തായാലും 10 പാലങ്ങളും തകർന്ന് തരിപ്പണമായി. ഒരു പാലം ഉദ്ഘാടനത്തിന് മുമ്പ് തകർന്നു. ഇതോടുകൂടി നിതീഷ് കുമാറിന്റെ അഴിമതി ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. കയ്യിൽ കിട്ടിയാൽ ബീഹാറുകാർ കൈകാര്യം ചെയ്യും നിതീഷ് കുമാറിനെ. ഔദ്യോഗിക വസതിയിൽ നിന്ന് വെളിയിലിറങ്ങുന്നത് ഇപ്പോൾ ഭയങ്കര സുരക്ഷയോടുകൂടിയാണ്. മുമ്പ് RJDയുമായി ചേർന്ന് ഭരിച്ചപ്പോൾ ഈ സുരക്ഷയുടെ ഒന്നും കാര്യം അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. കാരണം അദ്ദേഹം നിൽക്കുന്നത് മതേതര പ്രസ്ഥാനത്തിന് വേണ്ടിയായിരുന്നു. അതുകൊണ്ട് സുരക്ഷയൊന്നും അദ്ദേഹം സ്വീകരിച്ചിരുന്നില്ല. പക്ഷെ ഇപ്പോൾ കനത്ത സുരക്ഷയിലാണ് പുറത്തിറങ്ങുന്നത്. ജനം എപ്പോൾ കൈകാര്യം ചെയ്യുമെന്ന് അറിയാൻ പറ്റില്ല. എവിടെ കണ്ടാലും ജനം തല്ലുന്ന അവസ്ഥ. അധികാരമോഹികൾക്ക് ഇത്തരം ഒരവസ്ഥ വരിക സ്വാഭാവികമാണ്. ആ സ്വാഭാവികമായ അവസ്ഥയാണ് നിതീഷ് കുമാറിനും സംഭവിച്ചിരിക്കുന്നത്. നിതീഷ് കുമാറിന്റെ കാര്യം കട്ടപ്പുകയായി മാറിയിരിക്കുന്നു. നിതീഷ് കുമാർ ആഗ്രഹിച്ചതൊന്നും മോദി കൊടുത്തില്ല. നിതീഷ് കുമാർ ആഗ്രഹിച്ചത് ബീഹാറിന് പ്രത്യേക പദവിയും സാമ്പത്തിക പാക്കേജുമായി. സാമ്പത്തിക പാക്കേജ് അനുവദിക്കുമെങ്കിലും പ്രത്യേക പദവി കൊടുക്കില്ല. സ്പീക്കർ സ്ഥാനത്തേക്ക് JDUവിന്റെ സ്ഥാനാർത്ഥി വരണമെന്ന് അയാൾ ആഗ്രഹിച്ചു. അതും മോദി കൊടുത്തില്ല. പ്രധാനമന്ത്രിമാരുടെ തസ്തികയിൽ JDU മന്ത്രിമാർ ഇടം പിടിച്ചിരുന്നില്ല. ആഭ്യന്തരവും പ്രതിരോധവുമൊക്കെ കൈകാര്യം ചെയ്യുന്നത് BJP തന്നെ. ചുരുക്കത്തിൽ BJPയുമായി നിതീഷ് കുമാർ ഒട്ടാൻ പോയത് നഷ്ടക്കച്ചവടമായി മാറി. ബീഹാറുകാർ ഇപ്പോൾ നിതീഷ് കുമാറിനെ ഏറ്റവും അധികം വെറുക്കുന്നു. യാതൊരു മരഞ്ചാടിക്കും കിട്ടുന്ന തിക്ത അനുഭവം. അതാണ് ഇപ്പോൾ നിതീഷിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നിതീഷിന്റെ കാര്യം ആകെ മൊത്തം അവതാളത്തിലായി മാറിയിരിക്കുന്നു. നിതീഷിനെ സംബന്ധിച്ചിടത്തോളം ബീഹാറിൽ ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാകില്ല. കാരണം നിതീഷ് ഏറ്റവും വെറുക്കപ്പെട്ടവനായി കഴിഞ്ഞിരിക്കുന്നു ബീഹാറികൾക്ക്. മനംചാടുന്ന നിതീഷിനെ ഇനിയൊരിക്കലും അവർ പ്രോത്സാഹിപ്പിക്കില്ല. BJPയിൽ NDAയുടെ സഖ്യകക്ഷിയായി എത്ര കാലം നിതീഷ് തുടരും എന്നും പറയാൻ പറ്റില്ല. കാരണം അയാൾക്ക് ആഗ്രഹിച്ചത് ലഭിച്ചില്ലെങ്കിൽ അയാൾ കാലുവാരിയിടും മോദിയെ. പിന്നെ അയാളെ കാണുന്നത് ഇന്ത്യ മുന്നണിയിലായിരിക്കും. ഈ മരഞ്ചാടി വൃദ്ധന് വിധി കൊടുത്തിരിക്കുന്നു തിരിച്ചടി. ഒന്ന് ആലോചിച്ച് നോക്കണേ, ഒരു മുഖ്യമന്ത്രിക്ക് റോഡിൽ ഇറങ്ങാൻ പറ്റുന്നില്ല. ജനം ഓട്ടിച്ചിട്ടടിക്കും.